കരയണ്ട എന്തിനാ കരയുന്നേ? നിങ്ങൾ വന്നത് ഞാൻ അറിഞ്ഞായിരുന്നു. പിന്നെ ഇവരെ രണ്ടുപേരെ എടുത്തോണ്ട് അങ്ങോട്ട് വരാൻ പറ്റാത്തോണ്ട്. ശരിയാ. നീ എന്തിനാ അങ്ങോട്ട് വരുന്നത്? ഭദ്രമോളെ ആർച്ചമോളെയും കാണാൻ ഞങ്ങളല്ലേ ഇങ്ങോട്ട് വരേണ്ടത്. മക്കളെ, വലിയമ്മയും വലിച്ചനെ അറിയോ? അവർക്ക് എല്ലാരെയും അറിയാം. പക്ഷെ ആരെ കണ്ടാലും ആദ്യം ഒരു കരച്ചില അല്ലേ? കുറുമ്പികളാ രണ്ടും. ചിരു, വിനയം വന്നിരുന്നല്ലേ? മക്കളെ കണ്ടിട്ട് പോയി. ഞാൻ അയാളെ കാണാൻ കൂട്ടാക്കിയില്ല. അത് നന്നായി. മക്കളുടെ പേരിൽ കാശ് വാങ്ങിച്ചാലും അവൻ ഇവരുടെ അച്ഛനല്ലാതാവില്ലല്ലോ. അല്പമെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ അയാൾ ഇവിടേക്ക് വരാൻ പാടില്ലാത്തതോ. വിനീന്റെ കാര്യത്തിൽ അത് പ്രതീക്ഷിക്കേണ്ട ചേരൂ. അവൻ ഓരോന്നും പറഞ്ഞ് ഇനി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിനക്കത് ഇഷ്ടമല്ലെങ്കിൽ കർശനമായ എന്തെങ്കിലും നടപടി എടുക്കേണ്ടി വരും. കൂടുതൽ ശല്യമാവുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വരും ഇന്ദ്രേട്ട. അച്ഛനും രഘുവേട്ടനും അമ്പിളി ചേച്ചിയൊക്കെ ഇപ്പൊ ഇവിടെ ഉള്ളതാ ഒരാശ്വാസം. നിന്റെ ഡെലിവറി ഡേറ്റ് അടുത്ത സ്ഥിതിക്ക് തൽക്കാലം പ്രശ്നത്തിനൊന്നും പോണ്ട മോളെ. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് വിനയൻ നിന്നെ കൂടുതൽ വെറുപ്പിക്കാൻ സാധ്യതയില്ല. എനിക്ക് അയാളെ കാണുന്നതേ വെറുപ്പാ ചേച്ചി. സത്യത്തില് വല്ലാത്തൊരു പ്രതിസന്ധിയില ഞാൻ. മനസ്സുകൊണ്ട് മടുത്തൊരു മനുഷ്യന്റെ കുഞ്ഞിന് വയറ്റില് ചുമക്കേണ്ടി വരും. ആ കുഞ്ഞ് ജനിച്ചു വീഴും മുമ്പേ അതിന് അവകാശം പറയാൻ അയാള് പുറത്തു വന്ന് കാത്തു നിൽക്കുക. അങ്ങനെ ഒരാളുടെ മുന്നിൽ തോറ്റു കൊടുക്കേണ്ടി വരുന്നതിന് മുന്നേ മരിച്ചു പോയെങ്കിലോ എന്ന് വരെ ആലോചിച്ചു പോകുന്നുണ്ട് ചിലപ്പോഴൊക്കെ. മോളെ ചിരു, എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത്രയും കാലം നീ പിടിച്ചു നിന്നില്ലേ? വിഷമിക്കല്ലേ മോളെ. സോറി ഇന്ദ്രേട്ടാ. ഏയ്, ചീരുന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളിരിക്കെ, ഞാൻ ചായ എടുക്കാം. അതിന് ഭാനുമ്മ പോയിട്ടുണ്ട് ചിരു. കുഴപ്പമില്ല, ഞാനിവിടെ ചെല്ലാം. ചേച്ചി മക്കളെ നോക്കിയാൽ മതി.